ക്രിസ്തുവേശുവിൻ്റെ തന്നെ നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷ തുടരുകയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ. ആർക്കും ഈ വചന ശുശ്രൂഷയോട് പരിഭവം തോന്നരുത് എന്ന് ഓർപ്പിക്കുന്നു. കാരണം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ തന്നെ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. ആരോടുള്ള കോപം കൊണ്ടോ ക്രോധം കൊണ്ടോ അല്ല. പിന്നെയോ ഇന്നത്തെ ആത്മീയഗോളത്തിൽ നടക്കുന്ന അനാത്മീയ പ്രവൃത്തികളെ കണ്ടും കേട്ടും ദുഃഖിച്ച് യൂദയെപ്പോലെ, പത്രോസിനെ പോലെ, യാക്കോബിനെ പോലെ, പൗലോസിനെ പോലെ ഭാരത്തോടുകൂടെ എഴുതുന്നതാണ്. ലേവ്യ പൗരോഹിത്യത്തിൽ നിന്നും സത്യം അറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിച്ച 12 ഗോത്രങ്ങളിൽ നിന്നും രാജകീയ പുരോഹിതവർഗത്തിൽപ്പെട്ട അഥവാ വിശ്വാസ സമൂഹത്തിൽപ്പെട്ട ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികൾ, അപ്പസ്തലന്മാരുടെ സമകാലീകന്മാരായിരുന്ന വിശ്വാസികളുടെ ജീവിതത്തിൽ ആത്മീയവും ശാരീരികവും ദൃശ്യവും അദൃശ്യവും പ്രായോഗികവും ഭൗതികവുമായ ആത്മീയ മൂല്യച്യുതി സംഭവിച്ചു എങ്കിൽ അതിനുശേഷം ഏകദേശം 2000 സംവത്സരങ്ങൾക്ക് ശേഷം ഇന്നത്തെ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ട നമ്മുടെ ജീവിതചര്യകളിൽ എത്രയോ വിധത്തിൽ ആത്മീയ ക്ഷതങ്ങൾ സംഭവിച്ചു. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ ലൗകികരായി തീർന്നിരിക്കുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാലും. യാക്കോബ് കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അർത്ഥ സഹോദരനായിരുന്നു. യോസേപ്പിൽ കൂടെ മറിയ പ്രസവിച്ച മക്കളിൽ ഒരുവനായിരുന്നു. താന് കർത്താവിൽ ആരംഭത്തിൽ വിശ്വസിച്ചില്ല. സഹോദരന്മാരാരും യോഹന്നാൻ 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. തൻ്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേറ്റും സ്വർഗാരോഹണവും കണ്ടപ്പോൾ അവൻ ദൈവപുത്രൻ തന്നെയായിരുന്നു വിശ്വസിച്ച് കർത്താവിൻ്റെ ശിഷ്യനായി മാറി. യാക്കോബ് അപ്പസ്തലൻ തൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരെ കുറിച്ചും അവരുടെ ആത്മീയ മൂല്യച്യുതിയെക്കുറിച്ചും ഉള്ള ആക്ഷേപം തുടരുകയാണ്. അവർ ധനം സമ്പാദിക്കുകയും ആഡംബര ജീവിതം നയിക്കുന്നവരും അതിൽ ബദ്ധശ്രദ്ധാലുക്കളും ആയിരുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതാണെങ്കിലും അല്പം കൂടെ താൻ എഴുതിയിരിക്കുന്ന വിശുദ്ധ വചനം വിപുലീകരിച്ചെഴുതുകയാണ്. അവർ ജീവിച്ചിരുന്ന കാലം അന്ത്യകാലമായിരുന്നുവെന്ന് അറിഞ്ഞിട്ടും ധനം, ഉടുപ്പെന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന ഗാർമെന്റ്സ്. ഹിമാത്യ എന്ന ഗ്രീക്ക് പദമാണ് കൊടുത്തിരിക്കുന്ന. അപ്പാരൽ എന്നാണ് അതിൻ്റെ മൂല അർത്ഥം. എന്നിവ സംഭരിക്കുന്നതിലും സമ്പാദിക്കുന്നതിലും വ്യാപൃതരായിരുന്നു. ജീവിതത്തിൻ്റെ വലിയ ലക്ഷ്യങ്ങൾ മുഴുവൻ ധനം, വസ്ത്രങ്ങൾ, ഭവനങ്ങൾ, വീടുകൾ, അലങ്കാരങ്ങൾ, വാഹനങ്ങൾ എന്നിവ സമ്പാദിക്കുന്നതിലല്ലേ ഇന്നത്തെ രാജകീയ പുരോഹിത വർഗത്തിനും പ്രധാനമായ ലക്ഷ്യം. വീടില്ല, നാടില്ല, കൂടില്ല, കൂട്ടുകാരില്ല എന്നൊക്കെ പാടിയ വ്യക്തികൾ ഇന്ന് നാടുണ്ട്, കൂടുണ്ട്, വീടുണ്ട്, ധനമുണ്ട്, സമ്പത്തുണ്ട്, എന്തവാണില്ലാത്തത്? പൗലോസ് എഴുതി, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. ഇത് കടലിലെ തിരമോല പോലെ വാരി വാരി സമ്പാദിച്ച് കൂട്ടി ആരനുഭവിക്കുമെന്നറിയാത്ത അന്യായത്തിൻ്റെ പണം ശേഖരിച്ചു വെക്കുന്ന പെന്തക്കോസ്തുകാരെയല്ലേ ഇന്നത്തെ ആത്മീയഗോളത്തിൽ കാണുവാൻ കഴിയുന്നത്? സ്വർഗത്തിൽ തങ്ങളുടെ സമ്പത്ത് നിക്ഷേപിക്കുന്നതിന് പകരം അവരുടെ നിക്ഷേപം
ഇഹത്തിൽ ഇവിടെ ശേഖരിക്കുന്നതിൽ ബദ്ധശ്രദ്ധാലുക്കൾ ആയിരിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഇന്നത്തെ അവസ്ഥ പാവപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ മുൻപിൽ വരച്ചു കാണിക്കുകയാണ്. 400 ഏക്കർ, 500 ഏക്കർ, 1000 ഏക്കർ. 50,000 രൂപ കൊടുത്താൽ ഒരു മകളെ വിവാഹം ചെയ്യിച്ചയക്കാം. അതിനുള്ള മുഖാന്തരമില്ലാതെ പാവപ്പെട്ടവൻ സഭയിൽ മകളുടെ വിവാഹത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആലോചനകൾ വരുന്നുണ്ട്, പ്രാർത്ഥിക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ പറഞ്ഞിരിക്കുമ്പോൾ 5 കോടി രൂപ സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിപ്പിക്കുന്ന മാന്യന്മാർ ഇന്നത്തെ ആത്മീയ ഗോളത്തിലില്ലേ? എളിയവന്റെ ആവശ്യങ്ങൾ കണ്ട് കണ്ണടച്ചു പോകുന്ന രാജകീയ പുരോഹിതവർഗമെന്ന് അഭിമാനിക്കുന്നവരെ ലജ്ജ തോന്നുന്നു. അവരുടെ നിലങ്ങളിൽ വേല ചെയ്ത് അവർക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത് അവരെ സമ്പന്നരാക്കിയ വേലക്കാരുടെ കൂലി, ദിവസക്കൂലി കൊടുക്കാതെ പിടിച്ചുവെച്ചവരായിരുന്നു യാക്കോബിന്റെ കാലത്തുണ്ടായിരുന്നവർ. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇന്നത്തേതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കോടിക്കണക്കിന് നിക്ഷേപങ്ങൾ വിദേശത്തുള്ളപ്പോൾ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് കൂലി കൊടുക്കാത്ത രാജകീയ പുരോഹിതവർഗം. അവർ ആഡംബര ജീവിത കാംക്ഷികളും സുഖജീവിത തൽപരരും പുളച്ച് ജീവിക്കുന്നതിൽ വ്യാപൃതരും ആയിരുന്നു അന്നത്തെ കാലത്ത്. 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇന്നോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആഡംബരത്തിനും സുഖജീവിതത്തിനും ഭക്ഷിച്ച് പുളയ്ക്കുന്നതിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പക്ഷെ ഒരു കാര്യം, ഓലമേഞ്ഞ പുരയിൽ താമസിക്കുന്നവന്റെ 2-ാം തലമുറ 3-ാം തലമുറക്കാരും ദൈവകൃപ പ്രാപിച്ച് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരും വിശ്വസ്തരുമായി നിൽക്കുമ്പോൾ ഈ ആഡംബരകാംക്ഷികൾ, സുഖജീവികൾ, പുളച്ച് ജീവിക്കുന്നവന്റെ തലമുറകൾ ഒന്നും ദൈവകൃപയിലില്ല എന്നുള്ളതുകൂടെ മറന്നുപോകരുത്. ഇത് നമുക്ക് ഒരു ബുദ്ധിയുപദേശം. സ്വന്തം മക്കളെയും കുടുംബത്തെയും ദൈവകൃപയിൽ നിലനിർത്തുവാൻ കഴിയാത്ത നേതാക്കന്മാരും ആത്മീയഗോളത്തിൽ ഉണ്ട്. യാക്കോബ് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. ഈ പുളച്ച് ജീവിക്കുന്ന വ്യാപൃതന്മാർക്ക് ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ്. അത് കൊല ദിവസത്തിലെ ശാപ്പാട് ആഹാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുവൻ കൊലപാതക കുറ്റം ചെയ്ത് അവനെ കൊന്നുകളയുവാൻ കോടതി വിധിക്കുന്നു, കാരാഗ്രഹത്തിലാക്കി. ദിവസങ്ങൾ സമീപിക്കുന്തോറും കൗണ്ട് ഡൗൺ ആരംഭിക്കുന്നു. ആ ദിവസങ്ങളിൽ അതുവരെ ലഭിക്കാത്ത വിധത്തിൽ അന്ത്യാഭിലാഷങ്ങൾ നിറവേറ്റി അകത്തു തന്നെ പൂട്ടി എങ്ങോട്ടും വിടാതെ ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള ആഹാരം, ചോദിക്കുന്ന പാനീയങ്ങൾ എന്നിവ കൊടുക്കുന്ന ഒരു സമ്പ്രദായം യാക്കോബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ വസ്ത്രം ധരിക്കുന്നത് മരണത്തോടടുക്കുന്ന കൊലശാപ്പാടായിരുന്നു, കൊലവസ്ത്രമായിരുന്നു എന്ന് മറന്നു കളയുന്നത് പോലെയാണ് ഇന്നത്തെ ആത്മീയഗോളത്തിൽ. എന്തെല്ലാം സുഖജീവിതത്തിന് ഉപാധികളും മാർഗങ്ങളുമുണ്ടോ അതെല്ലാം അന്വേഷിക്കുന്ന ഒരു കാലം. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ ധനികനും അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. സഭാവിശ്വാസികളായിരിക്കുന്നവർ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ ഉള്ളപ്പോൾ 5 നക്ഷത്ര ഹോട്ടലുകൾ ആഹാരം ഓർഡർ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് വേണ്ട എന്ന് പറഞ്ഞ് എറിഞ്ഞു കളയുന്ന ധനികന്മാരായ ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഇന്നത്തെ ആത്മീയഗോളത്തിലില്ലേ? ഉണ്ട് എന്നുള്ള നഗ്ന സത്യം പറയാതിരിപ്പാൻ നിർവാഹം ഇല്ല. ഒരിക്കൽ ഒരു വലിയ വ്യക്തി എന്ന് ലോകം ബഹുമാനിക്കുന്ന വ്യക്തി തിരുവനന്തപുരത്ത് ഒരു സഭാ ഹാളിൽ ചെന്ന് അവിടുത്തെ ദുരുപദേശ സഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഇന്നത്തെ ആത്മീയഗോളത്തിൽ
പരമമായ പാട്ടുകളായി ഫേസ്ബുക്കിലും യൂട്യൂബുകളിലും കിടപ്പുണ്ട്. ഈ പന്നന്മാർ കൊണ്ടുവരുന്ന 10 രൂപ നോട്ട്, പാവപ്പെട്ടവൻ കൊണ്ടുവരുന്ന 10 രൂപ നോട്ടാണ്. അത് വെച്ച് ഈ മാന്യ വ്യക്തിയുടെ മക്കൾ അവർ പാർക്കുന്ന വലിയ പട്ടണത്തിലെ 5 നക്ഷത്ര ഹോട്ടലുകളിൽ ഭക്ഷിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നോട്ടെണ്ണുന്ന മെഷീൻ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 1 2 പലത്. കോപ ദിവസത്തിൽ സുഖജീവി താൽപര്യരും പുളച്ചു ജീവിക്കുന്നവരും ആകുന്നു എന്ന് മറന്നു പോകുന്നു ഇവർ. അവർ അന്യോന്യം കാരണം ഉണ്ടായിട്ടോ ഇല്ലാതെയോ ദൈവം സകലരെയും വിധിക്കുമെന്ന പരമസത്യം മറന്ന് വിധി നടത്തുന്നവരാകുന്നു. സ്വയം വിധിക്കാതെ, സ്വയം ശോധന ചെയ്യാതെ അന്യരെ വിധിക്കുകയും അന്യരെ ശോധന ചെയ്യുവാനും നടക്കുന്നവർ. രാജകീയ പുരോഹിതവർഗമാകുന്ന നാമും ഏതെങ്കിലും ഒരു വാർത്ത കേട്ടാൽ ഉടൻ അതിൻ്റെ സത്യാവസ്ഥ എന്താകുന്നുവെന്ന് അറിയാതെ ധൃതഗതിയിൽ എടുത്തു ചാടി വിധിക്കുന്നവരല്ലേ. നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ വിധിക്കും. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തൻ്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവൻ അല്ല, വിധിക്കുന്നവൻ അത്രേ. നാം പാർക്കുന്ന രാജ്യത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയെ പരസ്യമായോ രഹസ്യമായോ വിധിക്കുന്നുവെന്ന് അറിവ് കിട്ടിയാൽ അവനെ കോടതിയുടെ മുൻപിൽ കൊണ്ടു നിർത്തി ശിക്ഷയ്ക്ക് വിധിക്കുമെന്ന് മറന്നു പോകരുത്. അതേ പ്രമാണമാണ് ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിനും ന്യായപ്രമാണത്തെയും വിധിക്കുകയും മാനിക്കുകയും ചെയ്യാതെ ദുഷിക്കുന്നവർക്ക് വരുവാൻ പോകുന്ന ദൂഷ്യവിധി എന്നുള്ളത് മറന്നു പോകരുത്. ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു രാജ്യത്തിന് ഒരു രാജാവ്, ദൈവസഭയ്ക്ക് ഒരേ ഒരു ന്യായാധിപൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ അവൻ മാത്രമാണ്. കൂട്ടുകാരനെ അഥവാ അന്യനെ, അവിടെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത് അനദർ പേഴ്സൺ, ഗ്രീക്ക് ഭാഷയിൽ പ്ലേസൻ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. പ്ലേസൻ, PLEISON, നെയ്ബർ അഥവാ അടുത്തിരിക്കുന്നവൻ. അവനെ വിധിപ്പാൻ നീ ആർ എന്ന വചനം അവർ മനഃപൂർവ്വം മറന്നുകളയുന്നുവോ? ഞാൻ എഴുതിയ വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19:22, യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-12, റോമർക്ക് പൗലോസ് എഴുതിയ ലേഖനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം, 2 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം എന്ന ന്യായപ്രമാണത്തിൽ കർശനമായി എഴുതിയിരിക്കുന്ന നിയമത്തെ അടിസ്ഥാനമാക്കി ഇവിടെ ദൈവപുത്രൻ പറഞ്ഞ വചനം ലൂക്കോസ് എഴുതിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ വചനത്തെ ഉപോത്ബലമായി കണ്ടുകൊണ്ട് യാക്കോബ് അതിനെ ഉറപ്പിക്കുന്നു. കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂതായി പൗലോസും എഴുതിയിരിക്കുന്നു. ഈ പ്രമാണത്തിന് മാറ്റമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യ നൂറ്റാണ്ടിലെ അപ്പസ്തലന്മാരുടെയും കർത്താവിൽ നിന്ന് പ്രാപിച്ച ദൂത് പറഞ്ഞ ദൈവദാസന്മാരുടെയും കാലത്ത് തന്നെ അവരുടെ ശുശ്രൂഷാ മണ്ഡലത്തിൽ ഇപ്രകാരമുള്ള അനാത്മീയതയുടെ ദുഷ്ട സ്വഭാവങ്ങൾ കടന്നു കയറുകയും നുഴഞ്ഞു കയറുകയും ആത്മീയ മൂല്യച്യുതി സംഭവിക്കുകയും ചെയ്തു. എങ്കിൽ 90-95 സംവത്സരങ്ങൾക്ക് മുൻപ് ഉണർവോടുകൂടി ആരംഭിച്ച ഈ പെന്തക്കോസ്ത് ഗോളത്തിൽ ക്രമേണ കടന്നുകൂടിയിരിക്കുന്ന അനാത്മീയ പ്രവൃത്തികളെ കണ്ട് ദുഃഖിച്ച് ദൈവസഭയ്ക്ക്, രാജകീയ പുരോഹിതവർഗത്തിന് ഒരു മടങ്ങി വരവ് ആവശ്യമാണ് എന്ന്
ഈ തരുണത്തിൽ പ്രബോധിപ്പിക്കട്ടെ. വാത്സല്യ വിശുദ്ധന്മാരെ, നമ്മുടെ കർത്താവ് വരാറായി. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ ഒരുങ്ങാം. മാറാൻ ആത്ത. വിഷയം ഇവിടെ പര്യവസാനിക്കുന്നില്ല. യാക്കോബിന് ശേഷം തുടരുന്നു പത്രോസിൻ്റെ ഉപദേശം, തുടരുന്നു യോഹന്നാൻ്റെ ഉപദേശം. തീർന്നില്ല. ഇതിനെക്കാട്ടിലൊക്കെ കഠിനമായിട്ടാണ് യൂദ എഴുതിയിരിക്കുന്നത്. യൂദയും കർത്താവിൻ്റെ അർത്ഥ സഹോദരന്മാരൊരുവനായിരുന്നു. ദൈവവചനം പഠിക്കാം, ശോധന ചെയ്യാം, ജീവിതത്തെ വചനമാകുന്ന ഉരകലിൽ ഉരച്ച് ഏതിൽ തോൽവി സംഭവിച്ചിരിക്കുന്നു എന്ന് ശോധന ചെയ്ത് ദൈവഭാഗത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നാം ലേവ്യ പൗരോഹിത്യത്തിൽപ്പെട്ടവരല്ല. അവിശ്വാസത്താൽ അവർ ഒടിഞ്ഞുപോയെങ്കിൽ രാജകീയ പുരോഹിതവർഗമാകുന്ന നമ്മളും അവിശ്വാസത്താൽ ജീവിതം തുടരുന്നുവെങ്കിൽ ഒടിഞ്ഞു പോകും എന്ന് മറന്നു പോകരുത്. വീഴാതെ വണ്ണം നമ്മെ തൻ്റെ മഹിമാസനയിൽ കളങ്കമില്ലാത്തവരാക്കി നിർത്തുവാൻ ശക്തനായ ദൈവസനയിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുവചനത്തെ കേൾക്കുവാൻ അടിയങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ നാമത്തിൽ ഏവരെയും അനുഗ്രഹിച്ച് വിശുദ്ധന്മാർക്കൊരിക്കലെ ഫലമേൽപ്പിച്ച വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ഞങ്ങൾക്കും ശക്തി തന്ന ഈ ആത്മീയ ഓളത്തിൽ അങ്ങയുടെ പടയാളികളായി പൗലോസ്, തിമോഥെയോസ് ആദിയായവർ യുദ്ധം ചെയ്തതുപോലെ സർവായുധവർഗം ധരിച്ചുകൊണ്ടെന്ന് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾക്കും കൃപ തരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.